ശ്രീ വിജി തമ്പി, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ ഭക്തർക്ക് അനുകൂലമായ ഒരു വാചകമാണ് ഈ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്ന കാര്യം. ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായ വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും പ്രതീക്ഷകളുണ്ട്. ശ്രീ വിജി തമ്പി, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഇന്നായിരുന്നു ഗുരുവായൂർ ഏകാദശി. കാലങ്ങളോളം എത്രയോ കാലങ്ങളായി മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഉദയാസ്തമന പൂജ ഇന്ന് മുടങ്ങിയില്ലേ? അപ്പോൾ അതിനു വേണ്ടിയാണോ ഗുരുവായൂർ ദേവസ്വവും എല്ലാവരും ചേർന്ന് നീട്ടി പലതും ഹൈക്കോടതി ചോദിച്ച പല പേപ്പറുകളും നീട്ടി കൊണ്ടുപോയി അവസാനം എന്ത് പറ്റി? ലാസ്റ്റ് മിനിറ്റിലാണ് അവിടുന്ന് ഒരു വിധി വന്നത്. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വളരെ പോസിറ്റീവായിട്ടുള്ള വിധിയാണ് പറഞ്ഞത്. പക്ഷേ അത് 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉദയാസ്തമനം മൂലം മുടങ്ങില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഭഗവാൻ എന്തോ ഇതിൽ കണ്ടിട്ടുണ്ട്. കാരണം ഭൂലോക വൈകുണ്ഠനാഥനാണ് അവിടെ ഇരിക്കുന്നത്. ഭഗവാൻ എന്തോ കണ്ടിട്ടുണ്ട്. കാരണം അതിൽ പങ്കെടുത്തവർക്കെല്ലാം, അല്ലെങ്കിൽ അതിന് ഭഗവാനെതിരായി ചെയ്തവർക്കെല്ലാം ഓരോ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വരും. ഇപ്പൊ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തന്ത്രിയാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത്. ഇപ്പൊ തന്ത്രിക്ക് ഇന്ന് ഏകാദശി നാളിൽ തന്ത്രിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാതായി, അദ്ദേഹത്തിന് പൊലയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ഥലത്ത് കണ്ടതാണ്. തന്ത്രിക്ക് പൊലയായി, അതുകൊണ്ട് 10 ദിവസത്തേക്ക് ഇനി ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. അപ്പം പ്രധാന തന്ത്രിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയായി. അപ്പൊ അതുപോലെ ഇതിൽ ഓരോരുത്തർക്കും ഇതിലെന്തോ ഒരു ഭഗവാന്റെ ഒരു കളി ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇതിപ്പം ഇങ്ങനെ വരേണ്ട കാര്യമില്ല. കാര്യം ഇത്രയും നീട്ടി കൊണ്ടുപോയി, എന്നോ വരേണ്ട ഒരു വിധി നീട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. കാര്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ കോടതികൾ ഇടപെടാനേ പാടില്ല. കോടതി പോകേണ്ട കാര്യമല്ല അത്. കാര്യം ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോടതിക്ക് എങ്ങനെ വിധി പറയാൻ പറ്റും, അല്ലെങ്കിൽ കോടതിക്ക് എങ്ങനെ അതിനകത്തൊരു ഇത് പറയാൻ പറ്റും? ഇതിനൊക്കെ കാലങ്ങളായിട്ടുള്ള ഓരോ ആചാരങ്ങളുടെ പേരിലുള്ള കാര്യങ്ങളിലേ നടക്കുന്നത്. അതിനെയൊക്കെ കോടതിക്ക് അതിന് തെളിവുകൾ സഹിതമോ അല്ലെങ്കിൽ അതിന് വ്യക്തിനിഷ്ഠമായിട്ട് അതിനെ വിലയിരുത്താൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ കോടതി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനേ പാടില്ല. കാര്യം അത് തീരുമാനിക്കാനുള്ള ആചാര്യന്മാരുണ്ട്, സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്, അതുപോലെ ഹിന്ദുമത ശ്രേഷ്ഠന്മാരുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞ് കോടതി വിടുകയാണ് വേണ്ടത്. കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. ആചാര്യന്മാർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഹൈന്ദവ സന്യാസിമാർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഹൈന്ദവ ഇതിനെപ്പറ്റി അറിവും ജ്ഞാനവും ഉള്ളവർ തീരുമാനിക്കട്ടെ. അല്ലാതെ കോടതി ഇതിനകത്ത് തെളിവും ന്യായവും വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കോടതികൾ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റു കാര്യങ്ങളിൽ, ക്ഷേത്രത്തിന് മറ്റ് ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംബന്ധമായ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ കോടതി ഇടപെടുകയും വേണം. പക്ഷെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ കോടതി ഇടപെടുമ്പോൾ അതിനിങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ വിജി തമ്പി പ്രതികരിച്ചതിന്.